ശാന്തി. ഞാൻ ഒരു ദിവ്യ നക്ഷത്രമാണ്. എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും ഞാൻ ഈ പൃഥ്വിയിൽ അവതരിച്ചതാണ്. ഈ സാകാര ലോകത്തിലിരിക്കുമ്പോഴും ഞാൻ ഈ ദേഹത്തിൽ നിന്നും ഭിന്നമാണ്. സാക്ഷിയായി എൻ്റേതെന്ന ഭാവത്തിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. ഞാൻ പരിധിയില്ലാത്ത വൈരാഗിയാണ്. ഈ ദേഹത്തിൽ നിന്നും, സംബന്ധങ്ങളിൽ നിന്നും, സാധനങ്ങളിൽ നിന്നും, പഴയ സംസ്കാരങ്ങളിൽ നിന്നും, പഴയ ലോകത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായും അനാസക്തമായിരിക്കുന്നു. ബുദ്ധിയിലൂടെ സർവകാര്യങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്നു. നിരന്തരം ഒരു പിതാ പരമാത്മാവിൻ്റെ ഓർമ്മയിലിരുന്ന് പഴയ സംബന്ധങ്ങളെ ബുദ്ധിയിൽ നിന്നും മറക്കുന്നു. ഒരു ബാബയാണ് എൻ്റെ ലോകം. ആവശ്യകതയനുസരിച്ച് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, എന്നാൽ അതിൻ്റെ പ്രഭാവത്തിൽ നിന്നും മുക്തമായി അനാസക്തമാകുന്നു. കമല പുഷ്പ സമാനം ന്യാരാ പ്യാരാ ആയിരിക്കുന്നു. സാധനയുടെയും സാധനങ്ങളുടെയും പൂർണ്ണമായ ബാലൻസ് വയ്ക്കുന്നു. സാധനങ്ങൾ എൻ്റെ പരിധിയില്ലാത്ത സേവനത്തിൻ്റെതാണ്. ധനം, സമ്പത്ത്, വ്യക്തി വൈഭവം ഒന്നും എൻ്റേതല്ല. അതിലെനിക്ക് ആസക്തിയില്ല, ആകർഷണവുമില്ല. എൻ്റെ ബുദ്ധിയാകുന്ന നങ്കൂരം ഈ ലോകത്തിൽ നിന്നും ഉയർന്നു പോയിരിക്കുന്നു. ഞാൻ തനിച്ചു വന്നതാണ്, അതുപോലെ തനിച്ചു വീട്ടിലേക്ക് പോകണം. ഞാൻ ആത്മാബിന്ദി, ബാബയും ബിന്ദി. എന്താണോ സംഭവിച്ചത് അതും ബിന്ദി. ഞാൻ ഡബിൾ ലൈറ്റായിരിക്കുന്നു. ഒരു ബാബ, മറ്റാരുമില്ല. ഈ സ്മൃതിയിൽ ഞാൻ പരിധിയില്ലാത്ത വൈരാഗിയാകുന്നു. എനിക്ക് ഒരു ബാബ് സമാനം പൂർണ്ണ വൈരാഗിയായി സമ്പൂർണമാകണം. മനസ്സ് സദാ മന്മനാഭവമാക്കുന്നു. ബാബയുടെ സമ്പത്ത് ഞാൻ നിമിത്തം മാത്രം ഉപയോഗിക്കുന്നു. സങ്കല്പത്തിൽ പോലും എൻ്റേതെന്ന ഭാവമില്ല. പരിധിയില്ലാത്ത വൈരാഗിയായി സത്യമായ ശാന്തിയുടെ
അനുഭവം ചെയ്യുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, എൻ്റെ ദുഃഖത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ അപ്രാപ്തമായി ഒരു വസ്തു പോലും ഇല്ലാത്ത ലോകത്തിലേക്ക് പോകുന്നു. എനിക്ക് പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടാകുന്നു. ഇറങ്ങുന്ന കലയുടെയും കയറുന്ന കലയുടെയും രഹസ്യം ഞാൻ മനസ്സിലാക്കി. അരകൽപ്പത്തോളം ഞാൻ ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ കയറുന്നതിൻ്റെ സമയമാണ്. ഈ പഴയ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗ്യമുണ്ടാകുന്നു. ഞാൻ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യമായ ബാബയിൽ നിന്നും സത്യമായ ജ്ഞാനം പ്രാപ്തമാക്കി 21 ജന്മത്തേക്ക് ദേവി ദേവതയായി മാറുകയാണ്. പഴയ ലോകത്തിന്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. എന്നിൽ ഏതെങ്കിലും അവഗുണങ്ങളുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് ചാർട്ട് വയ്ക്കുന്നു. ഈശ്വരന്റെ കുട്ടിയായി ഈശ്വരീയ സമ്പ്രദായത്തിലേതായിരിക്കുന്നു. വികാരി ലോകത്തോട് വൈരാഗ്യമുണ്ടാക്കുന്നു. ഞാൻ ഈ മൃത്യു ലോകത്തിൽ നിന്നും ട്രാൻസ്ഫർ ആകുകയാണ്. ബാബ പതിത പാവനനാണ്, മുക്തിദാതാവാണ്, വഴികാട്ടിയുമാണ്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എന്നെ ഒഴിവാക്കി ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. ഞാനിപ്പോൾ ഈ ദുഃഖധാമത്തെ മറക്കുന്നു. ഈ പഠിപ്പ് ഉയർന്നതാണ്. അതിനാൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഞാൻ ആബ്സെന്റ് ആകില്ല. ഈ പഠിപ്പിലൂടെ ഞാൻ സുഖധാമത്തിന്റെ അധികാരിയാകുന്നു. യാചകനിൽ നിന്നും രാജകുമാരനായി മാറുന്നു. സമ്പൂർണ്ണ പാവനമായി മാറാനുള്ള പഥ്യം വയ്ക്കുന്നു. സുഖധാമത്തിന്റെ അധികാരിയാകാനുള്ള പഠിപ്പ് ഞാൻ മുടങ്ങാതെ പഠിക്കുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഓരോ സെക്കൻഡിന്റെയും സങ്കല്പത്തിന്റെയും മഹത്വത്തെ അറിഞ്ഞ് പുണ്യത്തിന്റെ കൂമ്പാരം ശേഖരിക്കുന്ന കോടാനുകോടിപതിയാകുന്നു. ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ പ്രതീക്ഷയറ്റവരെ പ്രതീക്ഷയുള്ളവരാക്കി മാറ്റുന്നു. പുണ്യത്തിന്റെ കൂമ്പാരം ശേഖരിക്കുന്നു. സങ്കല്പത്തിന്റെ ശക്തി ശ്രേഷ്ഠമാണ്. ഒരു സങ്കല്പത്തിനു പോലും കോടാനുകോടിപതിയാക്കാൻ കഴിയുന്നു. ഓരോ കർമ്മവും ആധികാരികതയോടെയും നിശ്ചയത്തോടെയും ലഹരിയോടെയും ചെയ്യൂ എങ്കിൽ പ്രയത്നം സമാപ്തമായിക്കോളും. ബാബ തന്നിരിക്കുന്ന സൂചനയാണ്.
സ്വയം ഉൾക്കൊള്ളാനും ഉള്ളിലൊതുക്കുവാനുമുള്ള ശക്തി ധാരണ ചെയ്യൂ. ഒരേ സമയത്ത് നാനാഭാഗത്തും സേവനത്തിനു വേണ്ടി പാർട്ടഭിനയിക്കാൻ സാധിക്കുന്നു. സെക്കൻഡിൽ എവിടെ വേണമോ അവിടെ എത്താൻ കഴിയുന്നു. ഈ അനുഭൂതിയെ വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി.